നമസ്കാരം. ധാനുസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് നമുക്ക് തയ്യാറെടുക്കാം. ആവർത്തന ചോദ്യങ്ങൾ തീർന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇത് 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പിയൂൺ, അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ്റെ എക്സാമിനേഷൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. വേഗത്തിൽ ഒന്ന് ഓടിച്ച് നോക്കി പോവാം. ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹമുണ്ട്. ക്രമത്തിലാക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫസ്റ്റ് ഈഴവ മെമ്മോറിയലാണ് വരിക. എൻ്റെ വർഷം ഏകദേശം 1896 വരുന്നത്. നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹമാണ്, അറിയാം നമുക്ക്, 1924 വരുന്നത്. അടുത്തത് ഒന്നാമത്തത് ഗുരുവായൂർ 1931 വരുന്നത്. നെക്സ്റ്റ് പാലിയമാണ്, ഏകദേശം 1947 അതിൻ്റെ വർഷം. പുന്നപ്രവല സമരം 46, അത് കഴിഞ്ഞിട്ടുള്ളതാണ് പാലിയം സത്യാഗ്രഹം കിടക്കുന്നത്. അപ്പം ഇയർ വെച്ചിട്ട് വേണം നമുക്കതിന് കാലഘട്ടത്തിൽ ഉൾപ്പെടുത്തുക. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ആൻസർ ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, 1990 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആൻസർ ലോർഡ് കഴ്സൺ. ലോർഡ് കഴ്സൺ. തരംതിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനിയുടെ കർത്താവ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേത് ആത്മാനുതാപം അല്ലേ, അറിയാവുന്ന ഒന്നുകൂടെ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. അടുത്ത നോക്കാം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം. ആൻസർ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ DK കാർവേ. വനിത DK കാർവേ. വനിത DK കാർവേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ചൗരി ചൗരാ സംഭവം. നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുള്ള കാരണം എന്താണ്? ചൗരി ചൗരാ സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? സന്യാസി കലാപം ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത്. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിൽ വെച്ചാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ് ആണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ്? സഭയിലാണ്. ലോക്സഭയിലാണ്. ധനബിൽ ആദ്യം ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതി. അനുച്ഛേദം 226 പ്രകാരം 226 പ്രകാരം ഹൈക്കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതിയാണ്. 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് വരിക. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ 1ഉം 2ഉം ശരിയാണ്.
രാജ്യസഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ് രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ. സ്ഥിരം സഭയാണ് രാജ്യസഭ. സ്ഥിരം സഭയാണ് രാജ്യസഭ. സ്ഥിരം സഭയാണ് രാജ്യസഭ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ആൻസർ 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം തുറന്നു കൊടുത്തു. 2025 മെയ് 2 മെയ് 2 വിഴിഞ്ഞം തുറന്നു കൊടുത്തു. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഏപ്രിൽ വന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. ഏപ്രിൽ വന്നത് JD വാൻസ് ആണ്. ഏപ്രിൽ മാസം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് JD വാൻസ് ആണ്. ഏപ്രിലിൽ ഇന്ത്യയിലേക്ക് വന്നത്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി? ആൻസർ VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ഗുൽസറിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ കേട്ടോ. അതാണ് ഞാൻ കൺഫ്യൂഷനായി. വൈസ് ചെയർമാനാണ് ഗുൽസറിലാൽ. നമുക്കറിയാവുന്ന കാര്യം, എപ്പോഴും ചോദിക്കുന്നതാണ്. ഗുൽസറിലാൽ നന്ദ വൈസ് ചെയർമാനാണ്. ഗുൽസരിയ വൈസ് ചെയർമാൻ ഗുൽസരിയ. അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത് ഞാൻ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? 54 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ഇന്ത്യയും ഏത് രാജ്യം കൂടി ചേർന്ന് ഒപ്പിട്ടത്? ഏത് രാജ്യമാണ്? ചൈന. ഇന്ത്യ ചൈന പഞ്ചശീലം 1954 ഇന്ത്യയും ചൈനയും കൂടാണ് പഞ്ചശീല തത്വങ്ങൾ ഇല്ല പഞ്ചശീല കരാർ. ഓർമ്മയുണ്ടോ? പഞ്ചശീലം ഇന്ത്യയും ചൈനയും പഞ്ചശീല ഇന്ത്യയും ചൈനയും പഞ്ചശീല. നെക്സ്റ്റ് വരുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. നരേന്ദ്രമോദിയുടെ വാരണാസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇന്ത്യയുടെ വിവിധ നദീതട പദ്ധതികളും ഇവിടെ നദികളും ചുവടെ കൊടുത്തിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി അതായത് ഹിരാക്കുഡ് മഹാനദി നമുക്കറിയാവുന്നതാണ്. ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ നർമ്മദ ഇല്ല, അവിടെ ഇറിൻ്റെ കണക്ഷൻസ് ആണ്. സർദാർ സരോവർ ഒന്നും കിട്ടിയില്ല, അങ്ങനെ ഓർക്കണം. സർദാർ സരോവർ നർമ്മദ ഓർത്താൽ മതി. കൃഷ്ണരാജസാഗർ എന്ന് പറയുമ്പോൾ അത് എന്താണ് പറയുക? കാവേരി കേട്ടോ. കൃഷ്ണരാജസാഗർ കാവേരിയാണ്. നിസാം സാഗർ ഗോദാവരി. ഓക്കെ, ഇത് രണ്ടും എനിക്ക് നല്ല കാണാപ്പാടമാണ്. ഹിരാക്കുഡും മഹാനദി നമുക്ക് ഓർക്കാം. സർദാർ സരോവറും നർമ്മദയും ഉണ്ട്. പിന്നെ കൃഷ്ണനും കാവേരിയും അല്ലേ? കൃഷ്ണൻ കാവേരിയെ കുളിച്ചു. നിസാം സാഗർ ഗോദാവരിക്കാരനാണ്. നിസാമിൻ്റെ സാഗർ ഗോദാവരി. ഓക്കെ, ആർക്കല്ലേ? നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ്. ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. മറക്കണ്ട, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പുനർഗേഹം എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അനുഭവിക്കുന്നവരാണ്. പുനർഗേഹം ആർക്കുണ്ടെന്ന് ചോദിച്ചാൽ ആ പദ്ധതി ആർക്കാണ് കൊടുത്തേക്കുന്നത്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് കൊടുത്തേക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ട കേട്ടോ. അതാണ് പ്രശ്നം. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ട അല്ലേ? ഇവിടെ വേറെ ഉണ്ട്, ആദ്യത്തെ സംഭവം ഉണ്ട്. ഇവിടെ ആദ്യത്തേതാണ് അല്ലേ? ആദ്യം അതല്ലത്. കൊല്ലം ചെങ്കോട്ട ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ്. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് എന്താണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം സവിശേഷത അല്ല. 1ഉം 4ഉം അല്ല, നമുക്കല്ലാത്ത പഠിക്കേണ്ട അല്ലേ?
ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രി അല്ലേ, ഹിമാലയത്തിന് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് 3 ഘട്ടങ്ങളുണ്ട് അല്ലേ. ഏറ്റവും എൻ്റെ നട്ടലെന്ന് പറയുന്ന ഉയർന്ന ഭാഗം ഹിമാദ്രിയാണ്, അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് ഇവിടെ? 1ഉം 4ഉം അല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് 2ഉം 3ഉം നോക്കാം. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നുണ്ട്. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളും ഇവിടെയുണ്ട്. ഏറ്റവും ഉയർന്ന ഭാഗം ഹിമാദ്രിയാണ്. ഹിമാലയത്തിൽ നട്ടൽ എന്ന് പറയുന്നത് ആരാണ്? ഹിമാദ്രി തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ്, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം. ഡീസൽ എന്ന് പറയുമ്പോൾ ആരാണ്? ഡീസൽ ബ്രഹ്മപുരമാണ് ഡീസൽ. നെക്സ്റ്റ്, 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് രാജ്യമാണത്? സൗദി അറേബ്യയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ആൻസർ. ഇവിടെ എന്താണത്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ദേശീയോദ്യാനമാണ്. നോക്കാം അല്ലേ. അതായത് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മതികെട്ടാൻ ചോല എന്ന് പറയുമ്പോൾ 2003 ദേശീയോദ്യാനമായി. പിന്നെ ഇരവികുളം എന്ന് പറയുമ്പോൾ അത് ഇരവികുളം ഏതാണ്? നീലഗിരി താർ അല്ലേ, വരയാട്. സൈലൻറ്റ് വാലി, നീലഗിരി കുന്നുകൾ. ഓക്കെ. ഇരവികുളം, നീലഗിരി താർ എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ വരയാടില്ലേ, വരയാടിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ. സൈലൻറ്റ് വാലി, നീലഗിരി കുന്നുകളിലാണ് സൈലൻറ്റ് വാലി കാണുന്നത്. പാലക്കാട് ജില്ല സൈലൻറ്റ് വാലി നീലഗിരി കുന്നുകളിലാണുള്ളത്. നെക്സ്റ്റ്, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലൂ എന്നറിയാം. ലൂ പ്രാദേശികവാദം ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. നെക്സ്റ്റ്, മുതിരപ്പുഴ അല്ലേ, കിടക്കട്ടെ, കുറേ ഉണ്ട്. കെ സ്മാർട്ട് എന്ത് ബന്ധപ്പെട്ടുണ്ട്? കെ സ്മാർട്ട് എന്ന് പറയുന്നത് എന്ത് ബന്ധപ്പെട്ടതാണ്? കെ സ്മാർട്ട് എന്ന് പറയുമ്പോൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതുമായി ലക്ഷ്യമിട്ട പദ്ധതിയാണിത് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഓർമ്മയിലുണ്ടാവണം. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി പെരിയാർ ടൈഗർ റിസർവിൻ്റെ ആണ് അല്ലേ. ആദ്യകാലങ്ങളിൽ പറയുന്നത് പെരിയാർ ടൈഗർ റിസർവ്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ആദ്യകാലത്ത് പെരിയാർ ടൈഗർ റിസർവ് എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ കേട്ടോ, പുല്ലമ്പാറ. നെക്സ്റ്റ്, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാലയങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് വേണ്ടിയുള്ളതാണ്. മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കരേവാസ് മണ്ണ്. എപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിന് തടഞ്ഞു നിർത്തുന്നത് കാണാം. ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്ന എന്താണ് പറയുക? മറുഭാഗത്ത് മഴയുണ്ട്, ഒരു ഭാഗത്ത് മഴയില്ലല്ലേ. അപ്പോൾ മറുഭാഗത്ത് മഴ കുറയുന്നുണ്ട്, കാറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മഴ കുറഞ്ഞ പ്രദേശത്തെ പറയുന്ന പേര് എന്താണ്? എന്ത് പേരറിയപ്പെടുന്നു? മഴ നിഴൽ പ്രദേശം അല്ലേ. അതായത് കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റ് തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നുണ്ട്. കാറ്റ് തടഞ്ഞു നിർത്തുമ്പോൾ മഴ ലഭ്യമാകുന്നു. എന്നാൽ അപ്പുറത്തെ ഭാഗത്ത് മഴ കുറയുകയും ചെയ്യും. അങ്ങനെ ആ മഴ കുറഞ്ഞ പ്രദേശത്ത് വരുന്നതാണ് മഴ നിഴൽ എന്ന് പറയും അല്ലേ. മഴയുടെ നിഴലായിട്ട് വന്ന് കയറുന്നു. പോട്ടെ. നെക്സ്റ്റ് വൺ, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ ഏതൊക്കെയാണ് അല്ലേ. തെറ്റെന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം തെറ്റ് കേട്ടോ. 4ഉം തെറ്റാണ്. നമുക്കിപ്പോൾ തെറ്റൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആൻസർ നോക്കുക.
വേമ്പനാട് കായലിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് തണ്ണീർമുക്കം ബണ്ട് സ്ഥാപിച്ചിരിക്കുന്നു. അറിയാവുന്നല്ലേ? നെഹ്റു ട്രോഫി വള്ളംകളി തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായൽ. നെക്സ്റ്റ്, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? മ്യാൻമാറിലുണ്ടായിരുന്ന ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ എന്ന് പറയുമ്പോൾ നീണ്ടകര. ഇൻഡോ നോർവീജിയൻ നീണ്ടകര. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. ശരിയായത് 3-4 ശരിയാണ്. അതായത് സൈലൻറ്റ് വാലി ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ് സൈലൻറ്റ് വാലി, പാലക്കാട് ജില്ല. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് 44ൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ചേരുംപടി ചേർക്കുക. നോക്കാം. അതായത് കരുമാടിക്കുട്ടൻ സ്മാരകം, ആലപ്പുഴ ജില്ല. ഓക്കെ. കരുമാടിക്കുട്ടൻ സ്മാരകം എന്ന് പറയുമ്പോൾ അത് ആലപ്പുഴയാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ല. ചന്ദ്രഗിരിക്കോട്ട നമുക്കറിയാം കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം 21 വർഷം അല്ലേ അതിൻ്റേത്. വാഗൺ ട്രാജഡി സ്മാരകം എന്ന് പറയുന്നത് മലപ്പുറമാണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം അല്ലേ? കുറേ ട്രെയിനകത്ത് കയറി കൊന്നൊക്കെ അല്ലേ ശ്വാസം മുട്ടി മരിച്ചല്ലേ. അപ്പോൾ കരുമാടിക്കുട്ടൻ്റെ ഒരു പാട്ടൊക്കെ നന്ദിനിയുടെ പാട്ടില്ലേ, കരുമാടി എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ആ പാടം ഓർത്താൽ മതി, ആലപ്പുഴ ജില്ല നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് തന്നിരിക്കുന്നവയിൽ ശരിയായി കണ്ടെത്തുക. ബോക്സ് ആർക്കൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 4ഉം ശരിയാണ്. അതായത് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ദെൻ രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ഒന്നുകൂടി പറയാം. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ബൂവർ ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശമാണ് സംസ്കൃത സന്ദേശകാവ്യം. കോഴിക്കോടിനെക്കുറിച്ച് പറയുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോകില സംസ്കൃത സന്ദേശകാവ്യം കോകില. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുക. തിരിച്ച് എഴുതുക. അപ്പോൾ നോക്കാം ഏത് ആൻസർ നമുക്ക് എന്താണ് പറയുക. ആദ്യം ഭൂവൽക്കം, ദെൻ മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് അല്ലേ. പുറമേ കാണുന്ന ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. നെക്സ്റ്റ് തെറ്റായ പ്രസ്താവനകൾ എന്താണെന്ന് നോക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം 6ഉം തെറ്റാണ് അല്ലേ. 1, 4, 6 തെറ്റാണ്. അപ്പോൾ ശരി നോക്കിയാൽ മതി കേട്ടോ. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആര് നിയമത്തിന് അതീതരല്ല. ഓക്കെ. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ടല്ലേ. ജസ്റ്റ് വായിച്ച് നമുക്കത് മനസ്സിലാവും. ഓക്കെ. അടുത്തത് 2025 മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ. ഓക്കെ, ഒരു മിനിറ്റ്. വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? അന്തരിച്ച വാൽകിൽമർ എന്ത് പ്രശസ്തനായിരുന്നു? എന്തായിരുന്നു? ഫിലിം അല്ലേ, ചലച്ചിത്രരംഗം. വാൽകിൽമർ ഫിലിം. നെക്സ്റ്റ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 24 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാർ? സാറാ ജോസഫ്. 24 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ്. 24 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ്. അടുത്തത്
വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. സുഭദ്ര യോജന ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. അഡ്വഞ്ചർ ടൂറിസം ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? വൈറസാണ് കരിമ്പൻ. നാഗപതിവയ്ക്കൽ നടത്തുന്ന സർപെൻറ്റൈൻ ലെയറിംഗ് അല്ലേ സസ്യത്തിന് ഉദാഹരണം? നാഗപതിവയ്ക്കൽ നടത്തുന്ന ചെടി ഏതാണ്? ഏത് ചെടിയിലാണ്? ആൻസർ കുരുമുളകാണ്. കുരുമുളകാണ്. മനുഷ്യരീരത്തിൽ ആന്തരസംസ്ഥിതി പാലനത്തിൽ സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ആന്തരസംസ്ഥിതി പാലനം ഹൈപ്പോതലാമസ്, സലാമസ്, സെറിബെല്ലം. ആന്തരസംസ്ഥിതിയിൽ തുലനനില പാലിക്കുന്ന ആരാണ്? സെറിബെല്ലമാണ് അല്ലേ? തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ് നൽകിയ. ആന്തരസംസ്ഥിതി എന്നുള്ള വാക്കല്ല വരിക, തുലനനില പാലിക്കുക എന്നുള്ളത് അല്ലേ? നമ്മുടെ ബാലൻസ് നടത്തുന്നവരാണ് സെറിബെല്ലമാണത് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. നെക്സ്റ്റ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള അല്ലേ? ഓക്കെ, കേന്ദ്ര. നെക്സ്റ്റ്, അസ്കോർബിക് ആസിഡ് എന്നത് എന്ത് പോലെ അറിയപ്പെടുന്ന വിറ്റമിൻ? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് നമുക്കറിയാതാണത് വിറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ് അല്ലേ? വൈറ്റമിൻ എ റെറ്റിനോളാണെന്ന് നമുക്കറിയാം അല്ലേ? അസ്കോർബിക് ആസിഡാണ് വിറ്റമിൻ സി. അസ്കോർബിക് ആസിഡ്, വിറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. ലെമൺസ്, ഫ്രൂട്ട്സിലൊക്കെയുള്ള വിറ്റമിൻ സി ആണ്. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏത് രാജ്യങ്ങളുടെ ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാനാണ് സിംല കരാർ എന്ന് പറയുക. ബനസീർ ഭൂട്ടോ. ഇന്ത്യ പാകിസ്ഥാനാണ് സിംല കരാർ എന്ന് പറയുക. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാവാം അത് അല്ലേ? അതായത് യുനെസ്കോ എന്ന് പറയുമ്പോൾ ഒന്ന് കൂടിയാട്ടം നമുക്കറിയാം അല്ലേ? ഒന്നാണ് എൻ്റെ ഒരു ശരി. കൂടിയാട്ടം യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ നയിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിൽ കൂടിയാട്ടമാണ് ശരി. നെക്സ്റ്റ്, കോൺവെക്സ് തർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത്. കോൺവെക്സ് തർപ്പണം. കോൺവെക്സ് തർപ്പണം എന്ന് പറയുമ്പോൾ അത് അതിൽ 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് തർപ്പണമാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ, സൈഡ് മിററില്ലേ, സൈഡിൽ വയ്ക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവറിൻ്റെ അവിടെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് തർപ്പണം. റിയർ വ്യൂ മിറർ കാണപ്പെടുന്നു. പിന്നുള്ളത് പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളി ദർപ്പണങ്ങളാണ് അല്ലേ? അത് ഉന്തി നിൽക്കുന്നു മുകളിലേക്ക് ഇങ്ങനെ. ഇവിടെ നമ്മൾ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം മുകളിലേക്ക് ഉന്തി നിൽക്കും ഇങ്ങനെ. മനസ്സിലായോ? പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. കോൺവെക്സ് ദർപ്പണം പുറത്തേക്ക് തള്ളി നിൽക്കും, കൊഴിഞ്ഞിട്ടല്ല. അതാണ് പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളി ദർപ്പണങ്ങളാണ് കോൺവെക്സ്. തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരുണ്ട്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഏതാണ്? ഇലക്ട്രോൺ ജെ തോംസൺ അല്ലേ? ഇലക്ട്രോൺ ജെ തോംസൺ. ഇവിടെ ന്യൂട്രോൺ ചാഡ്വിക് നമുക്ക് വേണം എഴുതാം. ഇത് മാത്രം ശരിയാണ്. ഒന്നാമത്തെ മാത്രം ശരി. ഇലക്ട്രോൺ ജെ തോംസൺ. ന്യൂട്രോണിൻ്റെത് ജെയിംസ് ചാഡ്വിക്കാണ് കേട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പദാർത്ഥങ്ങൾ ഇതിൽ നിന്നാണ് ഇവരുടെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിക്കാൻ കഴിയുന്നത്? സിങ്ക് വേർതിരിക്കാൻ കഴിയുന്നത് ഇവിടെ നിന്നാണ്. സിങ്ക് എന്ന് പറയുമ്പോൾ ഒക്കെ അറിയാവുന്നത് കലാമൻ അല്ലേ? സിങ്ക് കലാമൻ. അയിരാണ് അതിൻ്റെ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് മൂലവും സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ഹെൻറി കാവൻഡിഷ് ആണ് മൂലം കണ്ടെത്തില്ലേ? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുമ്പോഴേ നമുക്കതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിയും അല്ലേ? അല്ല, ഹൈഡ്രജനാണ്. താപപ്രശ്നവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായെന്ന് പറയുമ്പം ഇവിടെ എല്ലാം ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രശ്നം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാത്ത താപം മാറ്റം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാത്ത താപം പ്രശ്നം ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ മൂന്നും എന്താണ്? താപപ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഒന്നുകൂടി നോക്കാം. തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രശ്നം ചെയ്യപ്പെടുന്നു. തന്മാത്രയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെയും താപം പ്രശ്നം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാത്ത താപം പ്രശ്നം ചെയ്യപ്പെടുന്നു. നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്.
2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തം? 23 രസതന്ത്ര നോബൽ സമ്മാനം ക്വാണ്ടം ഡോട്ട്സ്. 23 രസതന്ത്രം ക്വാണ്ടം ഡോട്ട്സ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാവത്ത്. DRDO ഡോക്ടർ സമീർ വി കാവത്ത്. DRDO ഡോക്ടർ സമീർ വി കാവത്ത്. DRDO ഡോക്ടർ സമീർ വി കാവത്ത്. നെക്സ്റ്റ്, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്ലാസ്മോഡിയം വൈവാക്സ് ഏത് വിഭാഗത്തിലാണ് പെടുക? പ്രൊട്ടോസോവ അല്ലേ? പ്രൊട്ടോസോവൻസ് ആണ് പ്ലാസ്മോഡിയം. വൈഡൽ പരിശോധന ഏത് രോഗകാരി തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു? വൈഡാൽ പരിശോധന സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഫാഗോസൈറ്റിക് കോശം മോണോസൈറ്റ്സ് ആണ് അല്ലേ? മോണോസൈറ്റ്സ് ആണ്. ബ്ലഡിൽ RBC ഉണ്ട്, പിന്നെന്താണ് WBC കാണപ്പെടുന്നുണ്ടല്ലേ? RBC കാണുന്ന ചുവന്ന രക്താണുക്കൾ അല്ലേ? ഹീമോഗ്ലോബിനൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ WBCയിലാണ് ഈ ലിംഫോസൈറ്റ്, ബേസോഫിൽസ്, ഈസ്നോഫിൽസ്, മോണോസൈറ്റുകളൊക്കെ ഉള്ളത്. ഇതിൽ ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ വിഴുങ്ങി നശിപ്പിക്കുക. രോഗപ്രതിരോധശേഷി കൊടുക്കുന്നവരാണ് ആര്? WBC എന്ന് പറഞ്ഞത്. അതിൽ വരുന്ന വകഭേദങ്ങളാണ് ഇവരെല്ലാം. ഈ 4 വരുന്ന 5-6 ഉണ്ട്. അതിനകത്ത് മോണോസൈറ്റ്സ് എന്താണ്? ഫാഗോസൈറ്റ്സ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുക. അത് ലിംഫോസൈറ്റ് എന്താണ്? പ്രതിരോധശക്തി കൊടുക്കുക. ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ചാണ്. ആൻറ്റിജൻ വന്നാലും വെച്ചാൽ പുതിയ അണുക്കൾ വന്ന് കയറുമ്പോൾ അത് ആൻറ്റിജനാണ്. അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നവർ? ലിംഫോസൈറ്റ്സ് രോഗപ്രതിരോധശേഷി നമുക്ക് നേടിത്തരുന്നത്. അപ്പോൾ WBC ആണ് ശരിക്കും അതിൽ വരുന്നതാണ് മോണോസൈറ്റ് കേട്ടോ. ഓക്കെ, ഇതിനോട് ആരും കൂടി ഉണ്ട്? RBC, WBC, പിന്നെ ആരും കൂടി ഉണ്ട്? പ്ലേറ്റ്ലെറ്റ്സും കൂടി ഉണ്ട് നമ്മുടെ ബ്ലഡിൽ. 3 കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം. കാർഡിയാക് സൈക്കിൾ ഓർമ്മയില്ല? കാർഡിയാക് അറസ്റ്റ് എന്നൊക്കെ ഓർമ്മയില്ല? ഹൃദയം. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത്? 0.8 സെക്കൻഡാണ്. ഒരു കാർഡിയാക് സൈക്കിൾ ഡയസ്റ്റോൾ സിസ്റ്റോളൊക്കെ വരുന്ന സംഭവം, ഉച്ഛ്വാസം നിശ്വാസമൊക്കെ വരുന്നത് 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി. എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറ. എലിയുടെ ലാ കിട്ടാൽ മതി കേട്ടോ, കിട്ടും. ലെപ്റ്റോസ്പൈറ. എലിപ്പനി, ലിപ്പയും ലെപ്പോയും. ഓക്കെ, ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ. ക്ഷയരോഗം നമുക്കറിയാം അല്ലേ? ട്യൂബർക്കിൾ വാക്സിനേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിനകത്ത് ഏത് വാക്സിൻ നമ്മൾ ഉപയോഗിക്കുക? ഏത് വാക്സിൻ നേരത്തെ എടുക്കുന്നതല്ലേ? BCG വാക്സിൻ അല്ലേ? ചെറുപ്പം മുതലേ എടുക്കുന്നതാണ് BCG വാക്സിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് അല്ലേ? കാൽസ്യത്തിന് സാധാരണ അളവ് നമുക്കറിയാം എത്രയുണ്ട്. ഇല്ലെങ്കിൽ ചെറിയൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും കാര്യം 9/11 mg ആണ്. 9/11 mg ആണ് കാൽസ്യത്തിൻ്റെ അളവ്. നെക്സ്റ്റ്, മസ്തിഷ്കത്തെ പൊരിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏതാണ്? മെനിഞ്ചസ് ആണ് അല്ലേ? പൊരിഞ്ഞു കാണുന്ന സ്ഥലപാളി മെനിഞ്ചസ് ആണ്. പെരികാർഡിയം, പ്ലൂറ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ശ്വാസകോശത്തിനെ പൊരിഞ്ഞു കാണുന്ന ഇടസ്ഥലമാണ് പ്ലൂറ. പെരികാർഡിയമോ ഹൃദയത്തെ പൊരിഞ്ഞു കാണുന്നതാണ് പെരികാർഡിയം. മെനിഞ്ചസ് നമ്മുടെ മസ്തിഷ്കം, തലച്ചോറിനെ പൊരിഞ്ഞു കാണുന്ന മെനിഞ്ചസ്. കോർട്ടെക്സ് നമുക്ക് എവിടെ കാണാൻ കഴിയും? വൃക്കയുടെ ഉപരിഭാഗം കോർട്ടെക്സ് എന്നാണ് പറയുക കേട്ടോ. കിട്ടിങ്ങിട്ടത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ജീവകം K അറിയാമല്ലോ. ജീവകം K രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ജീവകം E എന്ന് പറയുമ്പോൾ അത് വന്ധ്യതയെ ഇല്ലാതാക്കുന്നു. ജീവകം E കഴിക്കും അല്ലേ? ജീവകം B എന്ന് പറയുമ്പോൾ അത് B കോംപ്ലക്സുകളുണ്ട് അല്ലേ? അതിൽ B1 ഡെഫിഷ്യൻസി ശരിക്കും എന്താ? അതിൻ്റെ അഭാവത്തിൽ തയാമിൻ ഉണ്ടാകും. തയാമിൻ എന്ന സംഭവം അതിൻ്റെ അസുഖത്തിൽ ബെറി ഉണ്ടാവുക. ജീവകം B കോംപ്ലക്സ് ഉണ്ട്. B1ൻ്റെ അഭാവത്തിൽ നമുക്ക് ബെറി എന്ന അസുഖം ഉണ്ടാകും. D എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭാവത്തിൽ നമുക്ക് കണരോഗം ഉണ്ടാകുന്നുണ്ട്. Eയുടെ അഭാവത്തിൽ നമുക്ക് വന്ധ്യതയും ഉണ്ടാകും അല്ലേ? കുട്ടികളില്ലാത്ത അവസ്ഥ വന്ധ്യത ഉണ്ടാകും. K ഇല്ലെങ്കിൽ നമുക്ക് രക്തം കണ്ടുപിടിക്കാൻ താമസം ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാരാണ്? ജീവകം K ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ 28. പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രകൃതി സംരക്ഷണം ജൂലൈ 28. ഓക്കെ, പ്രകൃതി സംരക്ഷണ ദിനം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്താണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് മിഠായിയാണ് കൊടുക്കുക. ഓക്കെ, കുട്ടികൾക്ക് മിഠായി എന്ന വകുപ്പാണ്, ആരോഗ്യ വകുപ്പാണ്.
അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് കാരണമാകുന്ന രോഗകാരി നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. ഒരു ക്വസ്റ്റ്യൻ, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. ആശാധാരയാണ്. ഓക്കെ, എൻ്റെ മാത്സ് പോർഷൻ ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് നോക്കി വിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി എടുക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും അസന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിഡ്ഢികളുടെ പറുദീസ എന്ന് പറഞ്ഞതാരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. വിഡ്ഢികളുടെ പറുദീസ സ്വാമി വിവേകാനന്ദൻ. വിഡ്ഢികളുടെ പറുദീസ സ്വാമി വിവേകാനന്ദൻ. USA-യുടെയും സോവിയറ്റ് യൂണിയൻ്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കുവാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ആൻസർ ജോർജ് ഓർവെൽ. ജോർജ് ഓർവെൽ. ജോർജ് ഓർവെലാണ് 1945 ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ച ആരാണ്? ജോർജ് ഓർവെൽ. നെക്സ്റ്റ്, ഡെഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡെഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ലാൽ ലജ്പത് റായ്. ലാൽ ലജ്പത് റായ് ആണ് ഡെഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമെന്ന് കോൺഗ്രസ്. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിലുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖത്തെയാണ് കണക്കാക്കപ്പെടുന്നത്? 19ാം നൂറ്റാണ്ട് മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിൻ്റെ ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖത്തെയാണ് കണക്കാക്കപ്പെടുക? ആൻസർ കാൻറ്റൺ. കാൻറ്റൺ. ശീതയുദ്ധത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? നാമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 നമുക്കൊരു സെയിൽസ് അസിസ്റ്റൻ്റ് പ്രിലിംസും കൂടി വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഇച്ചിരി കട്ടി തോന്നുന്നൊരു വിട്ട് കളയണ്ട, പഠിക്കണം. നെക്സ്റ്റ്, അപ്പം നാമാണ് എൻ്റെ വിദേശ നയം. നാം എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം? യുനെസ്കോ. സാഹിത്യ നഗരം യുനെസ്കോ. ആൻസർ എന്താണത്? കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? അന്തരീക്ഷ പാളിയിൽ സാന്ദ്രത കൂടിയത് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ പാളിയിൽ സാന്ദ്രത കൂടിയത് ട്രോപ്പോസ്ഫിയറിനാണ്. ഭൂമിയുടെ ഉൾഭാഗം താഴെപ്പറയുന്ന പാളികൾ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഏതാണ് ഖരാവസ്ഥയിൽ ഉള്ളത്? അതായത് അകക്കാമ്പും അതുപോലെ താഴത്തെ ആവരണവും. അകക്കാമ്പും താഴത്തെ ആവരണവുമാണ് ഖരാവസ്ഥയിലുള്ളത്. അകക്കാമ്പും താഴത്തെ ആവരണവുമാണ് ഖരാവസ്ഥയിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത്, സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? ആൻസർ ഒഡീഷയിലെ ഭിതാർകണിക. ഒഡീഷയിലെ ഭിതാർകണിക. ഉണ്ട്. സുന്ദർബൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സുന്ദർബനാണ് കണ്ടൽക്കാട്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? ഒഡീഷയിലെ ഭിതാർകണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗാലാൻഡ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ, നാഗാലാൻഡ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെപ്പറയുന്നതിൽ നിന്ന് തിരിച്ചറിയുക. ആൻസർ കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാടാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നതിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റും. ആദ്യം കോട്ടയം, ചെറുതിന് വലുതിലേക്ക് അല്ലേ, ആരോഹണമാണ് ചെറുത് ഏറ്റവും വലുത്. ആരോഹണം തൃശ്ശൂർ, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. ഏറ്റവും കൂടുതൽ പാലക്കാട്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് ചുഴലിക്കാറ്റ് വിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ആൻസർ ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലത്ത് ഇന്ത്യയിൽ പ്ലാന്റ് ഹോളിഡേ ആയിരുന്നു. കേന്ദ്രത്തിലെ സർക്കാരിൻ്റെ മാറ്റം കാരണം
1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. നെക്സ്റ്റ്, നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവന ഏതൊക്കെയാണ് ശരി? നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. നോക്കിയേക്കാം കേട്ടോ. നീതി ആയോഗ് അറിയാമല്ലോ, 2015. DMEOയും NIL-ERD അല്ലേ ഇത് സംഭവം. നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്ഥാപനങ്ങൾ DMEO അതുപോലെ NIL-ERD. മൂന്നാമത്തത്, സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മൾ ഈ സമയത്ത് പ്രസ്താവന രീതിയൊക്കെ വായിച്ച് പഠിക്കാൻ പോയ പ്രാന്താവും അല്ലേ? ശരിയല്ലേ? ഇത് നോക്കിയേക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി? സ്ത്രീകളുടെ ക്ഷേമത്തിനായി ആൻസർ, ഒരു മിനിറ്റ്, അഭയകിരണം ഇല്ലെല്ലാം ഉണ്ട് കേട്ടോ. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അറിഞ്ഞു വെച്ചേക്കുക. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി എന്നിവയാണ് സ്ത്രീകൾക്ക് ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുള്ളത്. കേരളത്തിലെ അധികാര വികേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. നെക്സ്റ്റ്, ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കി പോകട്ടോ. കിട്ടി. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ആൻസർ എൻപ്രൗഡ്. കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെതാണ് എൻപ്രൗഡ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറഞ്ഞ വ്യവസ്ഥകൾ ആവശ്യമാണ്. സംവേദനം, ഒരു കാര്യം അല്ലേ, ഒരു കാര്യം ഇങ്ങോട്ട് ഗ്രഹിക്കും, നമ്മുടെ ബോഡിയിലേക്ക് ഒരു കാര്യം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള വ്യവസ്ഥകൾ ആവശ്യമാണ്. ഡാഷ് ഒഴികെ ഏതൊക്കെയാണ്? ആൻസർ നമുക്കെന്താണ്? ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ. ഇത് മോട്ടോർ ന്യൂറോണിൻ്റെ ചാപ്റ്റർ, ബയോളജിയുടെ ന്യൂറോൺ ചാപ്റ്ററിലാണ്. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള മോട്ടോർ പ്രേരണയാണ്. സംവേദനം ഗ്രഹിക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു എഫക്റ്റർ നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ കൊടുക്കണം. പേശിയിലേക്കോ ഉള്ള മോട്ടോർ പ്രേരണ, ഒരു നുള്ളു കൊടുക്കുക, ഒരു സംവേദനം നുള്ളു കൊടുക്കുമ്പോൾ അത് എഫക്റ്റർ, നമ്മൾ പേശിയിലേക്ക് കൊടുക്കുന്ന ഒരു എഫക്റ്റാണത്, ഒരു സ്വാധീനമാണത്. അതാണ് സംഭവം പറയുന്നത് കേട്ടോ. ഇനി, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്നുള്ള എല്ലാ പാറകഷ്ണങ്ങളെയും ലാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുക? ആൻസർ ടെഫ്ര എന്ന് വിളിക്കുക. അടുത്തത്, ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ വേരിസെല്ല എന്ന് വിളിക്കുന്നു. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധി വേരിസെല്ല എന്ന് വിളിക്കുന്നു. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുന്നതും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ്. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുക അല്ലേ, നന്നാക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയെ ഇടയ്ക്ക് പറയുന്ന പേരെന്താണ്? സിറോസിസ് അല്ലേ. കരളിൻ്റെ അസുഖം നമുക്കറിയാം, സിറോസിസ് എന്നറിയാം. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഏത് ദൗത്യമാണത്? ആർദ്രം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയുടെ പരിവർത്തനം ആർദ്രമാണ്. പൊതുജനാരോഗ്യ മേഖലയുടെ പരിവർത്തനമാണ് ആർദ്രം. ഇനി, തെർമോഡൈനാമിക്സിൻ്റെ 0 നിയമം ഡാഷ് സൂചിപ്പിക്കുന്നു അല്ലേ. തെർമോഡൈനാമിക്സ് താപസന്തുലിതാവസ്ഥയാണ് കേട്ടോ, താപസന്തുലിതാവസ്ഥ. അടുത്തത്, ഐക്യരാഷ്ട്രസഭ 2025 ഡാഷെ പ്രഖ്യാപിക്കുന്നു. ചോദിക്കാം, ഏതാണത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമാണ്
25. അടുത്തത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡാഷാണ്. ഗ്രാഫീൻ എന്ന് പറയുന്നത് ഒരു 2D പദാർത്ഥമാണ്, ദ്വിമാനമാണ്. നെക്സ്റ്റ് വരുന്നത് പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡ് ഏതാണ്? പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? നമുക്ക് നിക്കോട്ടിനാണ്. പെപ്പറിനൊന്നുമല്ല, നിക്കോട്ടിനാണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. ഏതാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും അല്ലേ. അപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത് കണ്ടില്ലേ. അടുത്ത 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ച യുവതാരത്തിൻ്റെ പേരെന്താണ്? ഡി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയെ ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുമ്പോൾ അത് തെയ്യമാണ്. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേരെന്താണ്? കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേര് എന്താണ്? ആൻസർ മല്ലികാ സരാഭായ്. നെക്സ്റ്റ് 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേര്? പണ്ടത്തെ അല്ലേ, ഏതാണത്? ആദാമിൻ്റെ മകൻ അബു ആണ്. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ബില്യാർഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാച്ച് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്ത 2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇടുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.